ഏകോപന ചുമതലയുള്ള ആരൊക്കെ ജില്ലയിലുണ്ട്, ഈ പ്രദേശത്തുണ്ട്? അതായത് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ? കാരണം തുടക്കം മുതൽ തന്നെ നമുക്ക് മന്ത്രിമാർ, റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ അവിടെ തുടരണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആരെങ്കിലും ജില്ലയിലുണ്ടോ ഇപ്പോൾ? തീർച്ചയായും മന്ത്രിസഭാ ഉപസമിതി ഇതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, OR കേളു ഉണ്ട്, AK ശശീന്ദ്രൻ, ഈ 4 മന്ത്രിമാർ ചേർന്ന ഉപസമിതിയുണ്ട്. സാംബശിവറാവു IAS ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥരും അവരെ സഹായിക്കാനുണ്ട്. ജില്ലാ കളക്ടറുണ്ട് ഉൾപ്പെടെയുള്ള ആ സംഘം ഇവിടെ സജീവമായി ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അവർ എല്ലാ ദിവസവും പല സമയങ്ങളിലൊക്കെയായി ഈ ദുരന്ത സ്ഥലങ്ങളിലും ഉള്ള പ്രവർത്തനം, രക്ഷാപ്രവർത്തനത്തിന് പുരോഗതി വിലയിരുത്തുന്നു. ക്യാമ്പുകളിലെത്തി അവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അങ്ങനെ ഓരോ സമയങ്ങളും വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകുകയാണ്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും പ്രത്യേകിച്ചും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഉള്ള ഒരു ചർച്ചകളൊക്കെ സമാന്തരമായി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളായി പുനരധിവാസം നടപ്പാക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. അതായത് ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ബന്ധുവീടുകളിലേക്ക് പെട്ടെന്ന് മടങ്ങാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതായത് തങ്ങളുടെ കൂട്ടുകുടുംബങ്ങളോടൊപ്പം തന്നെ കഴിയാനുള്ള സൗകര്യം, അങ്ങനെ സൗകര്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. രണ്ടാമതായി വാടക വീടുകൾ അവർക്ക് ഒരുക്കി നൽകാനുള്ള ഒരു ആലോചന. അതായത് ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് താൽക്കാലികമായി വാടകയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അത് ചില സംഘടനകളുടെ സഹായത്തോടു കൂടി അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മൂന്നാം ഘട്ടമായി അവർക്ക് സുസ്ഥിരമായി താമസിക്കാനുള്ള ഒരു പുനരധിവാസ പദ്ധതി. അങ്ങനെ 3 ഘട്ടത്തിലാണ് അത് ആലോചിക്കുന്നത്. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് സമാന്തരമായി നടക്കുന്നു. ഒപ്പം ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവരുടെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഏകദേശം 136ഓളം കൗൺസിലർമാർ അവർക്ക് സേവനം നൽകാൻ വേണ്ടി ഇപ്പോൾ വിവിധ ക്യാമ്പുകളിലായി സജീവമായി ഉണ്ട്. കാരണം അത്രയേറെ വലിയ ദുരന്തത്തിൻ്റെ ആഘാതം അവരുടെ കൂടപ്പിറപ്പുകളായ ആളുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആഘാതം മനസ്സിൽ മുറിവേറ്റ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവരെ ശാസ്ത്രീയമായ രീതിയിലുള്ള കൗൺസിലിംഗ് അവർക്ക് ആവശ്യമായ ഒരു ഘട്ടം കൂടിയാണ്. അതുകൂടി തിരിച്ചറിഞ്ഞ് ആ രീതിയിലെ കൗൺസിലർമാരൊക്കെ ക്യാമ്പുകളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായി ഈ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്നും ഇവർക്കുള്ള സഹായവുമായി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സഹായവുമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ജില്ലാ ഭരണകൂടം അവരുടെ ഒരു റവന്യൂ വകുപ്പിൻ്റെ ഒരു കേന്ദ്രീകൃതമായ ഒരു രീതിയിലാണ് അതെല്ലാം ശേഖരിച്ച് അവരാണത് വിതരണം ചെയ്യുന്നത്. ഇന്നലെയൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചില അവിടെയുള്ള ഡ്രൈവർമാരുടെ ഒരു വലിയ കൂട്ടായ്മ കേരളത്തിലേക്ക് വാഹനങ്ങളിൽ ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെയായി എത്തിയിരുന്നു. അവർക്ക് ഈ ദുരിതബാധിതർക്ക് നേരിട്ട് സഹായം നൽകാനാണ് അവരുടെ ആഗ്രഹമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനുള്ള സൗകര്യമില്ല. അത്തരം ആളുകളെയൊക്കെ എന്തു ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുരിതബാധിതർക്ക് ഇപ്പോൾ കിട്ടേണ്ട സഹായം ലഭ്യമാക്കുന്നു ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ, പിന്നീട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പുനരധിവാസത്തിനുള്ള നീക്കങ്ങൾ അതെല്ലാം സമാന്തരമായി നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും ഈ കണ്ടെത്തേണ്ട ആളുകൾ, അതായത് കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ കഴിയുന്ന ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കാൻ, അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടുകിട്ടി എന്നുള്ളൊരു ആശ്വാസം ലഭിക്കാൻ ഉള്ളത് വളരെ സഹായകരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ആ തെരച്ചിൽ. അതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ശരി, മുഹമ്മദ് ഷഹീദാണ് ചൂരൽമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.